അഗ്നിപരീക്ഷ ആഗസ്റ്റിലാണ് ആരംഭിക്കുന്നത്. രഞ്ജിനി ഹരിദാസ് ആണ് അവതാരിക ആയിട്ട് വരുന്നത്. രഞ്ജിനി ഹരിദാസ് മുൻ ബിഗ് ബോസ് താരമായിരുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 8ലേക്ക് കോമണേഴ്സിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഷോയാണ് അഗ്നിപരീക്ഷ. അഗ്നിപരീക്ഷ എന്ന ഷോ ആഗസ്റ്റിൽ തുടങ്ങുമെന്നാണ് അറിയുന്നത്. നിരവധി ഷോകളുടെ അവതാരകയായി പ്രവർത്തിച്ചിട്ടുള്ള രഞ്ജിനി ഹരിദാസ് തന്നെയാണ് അഗ്നിപരീക്ഷയുടെ അവതാരകയായി വരുന്നത് എന്നാണ് അറിയുന്നത്. ബിഗ് ബോസിൽ കണ്ടസ്റ്റൻ്റായിട്ട് വന്നിട്ടുള്ള ആളുകൾ തന്നെയാണ് അഗ്നിപരീക്ഷയുടെ അവതാരകയായി വരാറുള്ളത്. അതുകൊണ്ട് രഞ്ജിനി ഹരിദാസ് തന്നെയായിരിക്കും അവതാരിക എന്ന് തന്നെയാണ് ഉറപ്പാവുന്നത്. ബിഗ് ബോസ് മലയാളം അതിൻ്റെ പ്രേക്ഷകരെല്ലാം തന്നെ അഗ്നിപരീക്ഷ എന്ന ഷോയും എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അഗ്നിപരീക്ഷ എന്ന ഷോ കാണുവാൻ വേണ്ടി ബിഗ് ബോസ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കോമണേഴ്സ് അവരെ തിരഞ്ഞെടുക്കുന്ന ഷോയാണ് അഗ്നിപരീക്ഷ. വ്യത്യസ്തമായ ടാസ്കുകൾ ഉൾപ്പെട്ടതായിരിക്കും അഗ്നിപരീക്ഷ എന്ന ഷോ. കാഠിന്യമുള്ളതും എളുപ്പമായതും ആയിട്ടുള്ള ടാസ്കുകൾ ഉണ്ടാവുന്നതാണ്. കണ്ടസ്റ്റൻസ് എങ്ങനെയാണ് ഈ ടാസ്കുകൾ ചെയ്യുന്നത് എന്ന് കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. ആക്ച്വലി ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബിഗ് ബോസിലേക്കുള്ള കോമണേഴ്സിനെ അഗ്നിപരീക്ഷ എന്ന ഷോ കാണുന്നതിലൂടെ പ്രേക്ഷകർക്ക് അല്പമെങ്കിലും വിലയിരുത്താൻ സാധിക്കുന്നതാണ്. അഗ്നിപരീക്ഷ എന്ന ഷോയിൽ പങ്കെടുക്കുന്നവർക്ക് ആരാധകർ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പു തന്നെയാണ്. അവർക്ക് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ കുറച്ചെങ്കിലും ആരാധകർ ഉണ്ടാവും. ആ ഒരു കാര്യം അവരുടെ ബിഗ് ബോസ് യാത്രയിൽ അവർക്ക് ഗുണകരമാണ്. വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ മുമ്പോട്ടുള്ള യാത്ര നടക്കുന്നത്. അതുകൊണ്ടു തന്നെ ആരാധകരുടെ ഈ ഒരു ഇഷ്ടം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ട് കോമണേഴ്സിന് സാധിക്കുന്നതാണ്. അതിലൂടെ അവർക്ക് വോട്ട് ലഭിക്കാനും അവരുടെ യാത്ര തുടരാനും കഴിയുന്നു. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ 8 ആഗസ്റ്റ് അവസാനത്തിലായിരിക്കും തുടങ്ങുക. അഗ്നിപരീക്ഷ കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് തുടങ്ങുക. ബിഗ് ബോസ് പ്രേക്ഷകർ ഈ ഒരു ഷോ എപ്പോഴാണ് തുടങ്ങുക എന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തവണയും ബിഗ് ബോസിൻ്റെ അവതാരകനായിട്ട് മോഹൻലാൽ തന്നെയാണ് വരുന്നത്. ഇതൊരു ലൈവ് ഷോ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഷോയ്ക്ക് ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഈ ഒരു ഷോ സ്ക്രിപ്റ്റഡ് അല്ല എന്നതും പ്രേക്ഷകർ കൂടുതൽ ഉണ്ടാവുന്നതിന് കാരണമാവുന്നുണ്ട്. പ്രേക്ഷകർ ഓരോ കണ്ടസ്റ്റൻസിനെയും വിലയിരുത്തിക്കൊണ്ടാണ് അവർക്ക് വോട്ട് നൽകുന്നതും അവരെ വിജയിപ്പിക്കുന്നതും. പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയിയെ തിരഞ്ഞെടുക്കുന്നത് എന്നത് ഇതിനെ കൂടുതൽ പോപ്പുലറാക്കുന്നുണ്ട്. വോട്ടിംഗ് ചെയ്യുന്നതിലൂടെ പ്രേക്ഷകർക്കും ഈ ഷോയുടെ ഭാഗമാവാൻ കഴിയുന്നു.